രണ്ടാം ലോകമായുദ്ധത്തിൽ കൊന്നത് 11 കോടി ആളുകളെ. മുസ്തഫ റസൂലുള്ളാഹിന്റെ യുദ്ധത്തിലാകെ 2 പക്ഷത്തും കൂടി മരിച്ചത് 400 ആളുകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ തെളിയിച്ചാൽ ഞാൻ അവൻ്റെ അടിമയാവും. ആർക്കും തെളിയിക്കാം. ജീവിതത്തിൽ യുദ്ധമില്ലാതെ അലി ബിൻ അബി ത്വാലിബിനോട് അനിവാര്യമായ ഘട്ടത്തിൽ പോയി പറയുന്നത്, യുദ്ധത്തിന് പറഞ്ഞേക്കുമ്പോൾ പറയുന്നത് എന്താ? ഇതാ നസൽത ഫീ സഅഹതിഹിം, അവരുടെ മൈതാനിയിൽ ഇറങ്ങിയാലും ഫലാ തർഫഅ സൈഫക, നീ വാൾ ഉയർത്തരുത്. അവരോട് നേര് പറയണം. ഫൈനബോ, നേരും സത്യം വിളിച്ചു പറയണം. അവരെതിർത്താൽ പിന്നെയും പറയണം, അവരെതിർത്താൽ പിന്നെയും പറയണം. ഒരാളെങ്കിലും നിന്നെ കൊണ്ട് വിളിച്ചം കിട്ടലാണ് നമ്മുടെ ലക്ഷ്യം. കൊല്ലലല്ല, നമ്മൾ അവ കൊല്ലാൻ പറഞ്ഞാൽ. മനസ്സിലായില്ല? ശത്രു കൊല വിളിച്ചിട്ട് 10,000-ങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ശത്രുവിൻ്റെ മുന്നിൽ പോകാൻ പോലും ഈ വാൾ ഉയർത്തരുത്. എന്തുകൊണ്ട്? അവനെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. ഒരു മരം മുറിക്കരുത്. മനസ്സിലാവേണ്ട, മരം മുറിക്കരുത്. മനസ്സിലായില്ല? തീയിടരുത്. ശത്രു രാജ്യത്ത് പോയാൽ തീയിടാൻ പാടില്ല. വെള്ളം നശിപ്പിക്കരുത്, തീയിടരുത്, മരം മുറിക്കരുത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞതിൽ വട്ടപ്പൂജയിരിക്കും. അപ്പം നമ്മളെ അവസ്ഥ നിൽക്കും. അങ്ങനെ കരഞ്ഞു മരിച്ചത്, കരഞ്ഞാ മരിച്ച്. നമ്മൾ പറയുന്ന ഖുത്ബുൽ അഖ്താബ് എന്ന ആ ആളുകളും അള്ളാഹുവിനെ അറിയുന്നതിൽ വട്ടപ്പൂജയിരിക്കും. അതിൻ്റെ അർത്ഥം അവരെ നിന്ദിച്ചു എന്നല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കരുത്. ഒരു കാര്യം പറഞ്ഞാൽ വേഞ്ഞേം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബലം കൂടി ബാക്കിയുള്ളൂ. നീ ഖാദിരി ത്വരീഖത്തുകാരും കൂടി എൻ്റെ തലയെ കുറിച്ച് അവിടെ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പോലും അള്ളാഹുവിനെ അറിയേണ്ടത് ഇതിൽ വട്ടപ്പൂജയിരിക്കും. യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ബാക്കിയൊക്കെ നമ്മളെ വർത്താനങ്ങളാണ്. ബാക്കിയൊക്കെ നമ്മളെ വർത്താനം. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കണം. ഒരാൾക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. എന്തുകൊണ്ട്? ആ ആൾക്ക് അള്ളാഹു വെച്ച പേരാ മുഹമ്മദ്. അള്ളാഹിന്റെ അസലിയായ കലാമിൽ അള്ളാഹ് വെച്ച പേര് മുഹമ്മദ്. ഈ മനുഷ്യൻ രഹസ്യമാണ്. അള്ളാഹുവിൻ്റെ രഹസ്യം, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യക്ഷ രഹസ്യം 4. അള്ളാഹുവിൻ്റെ രഹസ്യം, അതായത് പുറത്തേക്ക് ചാടി കിട്ടിയ രഹസ്യത്തിൻ്റെ പെറുക്കിയെടുത്ത ഒരു അവസാനത്തെ പുറത്തേക്ക് കിട്ടുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ രഹസ്യം 4. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? കിതാബുകൾ 4 ഏടുകൾ 4. ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്റെ ഖുലഫാക്കൾ 4, അഇമ്മത്ത് 4. ഈ മനുഷ്യന്റെ പേര് ഖുർആനിൽ പറഞ്ഞത് 4. അള്ളാഹ്ക്ക് എല്ലാത്തിനും മാത്സ് ഇല്ലാത്തൊരു വിഷയം ഉണ്ടാവില്ല. എന്തും അള്ളാഹിൻ്റെ അടുക്കൽ കണക്ക്. എല്ലാം അള്ളാഹിൻ്റെ അടുക്കൽ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിചാരിതമായി 4 ആയതല്ല. നമ്മളിപ്പോൾ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിൽ ഒരക്ഷരം എത്ര വട്ടം ആവുന്ന നമ്മൾ പിന്നെ എഴുതി കഴിഞ്ഞിട്ട് എണ്ണ ചെയ്യുക. അള്ളാഹിൻ്റെ കലാമിൽ മുഹമ്മദ് എന്ന പേര് 4 ആയത് ഇറക്കി കഴിഞ്ഞ ശേഷം അള്ളാഹ് കമ്പ്യൂട്ടർ അടിച്ചു നോക്കാൻ പറഞ്ഞതല്ല. ആണോ? മുഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ 4 വട്ടം, അഹമ്മദ് 1 വട്ടം. എന്തുകൊണ്ട്? അഹമ്മദ് ഈ ലോകത്ത് അഹമ്മദിനല്ലാതെ അറിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാ നാട്ടുകാർക്ക് അഹമ്മദ് എന്നൊരാളുണ്ട് എന്നറിയലാണ്. അഹമ്മദ് ഒറ്റ വട്ടം. അത് ഏറ്റവും വലിയ രഹസ്യം പറഞ്ഞ ആൾ ബിശാറത്ത് ചെയ്തതുമാണ്. ആ ആളെന്നാൻ്റെ രഹസ്യമാണ്. ആ ആള് ഈ ആളെ പറ്റി പറഞ്ഞത് അഹമ്മദ് തിരിഞ്ഞില്ല. അള്ളാഹിൻ്റെ രഹസ്യമാണ് ആര്? ഈസ. അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ആര്? സയ്യിദുനാ ഈസ. ഒരു രഹസ്യമാണ്. തീർച്ചയായും രഹസ്യമാണ്. അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ഈസ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, മറിയം ബീവിയെ ഒരാൾ ആക്ഷേപിച്ചാൽ അതവിടെ ക്രിസ്ത്യാനി മറ്റൊന്നും നോട്ടല്ല, അണ്ണി കാട്ടി കൊടുക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ. എന്തുകൊണ്ട്? ഒരു ക്രിസ്ത്യാനി പോലും മറിയം ബീവി ഈസാ നബിയുടെ ഉമ്മയാണ്, എന്നിട്ട് പോലും അനങ്ങൂല. ഒരു മുസ്ലിമായ മനുഷ്യന് കേട്ട് നടക്കൂല, നിർത്തണം. കാരണം നമുക്കാരെക്കാളും വലിയ ആളാണ് ആര്? മറിയം ബീവി. അപ്പോൾ മറിയമിൻ്റെ മോൻ ആരായിരിക്കും? നബിയുമാണ്. അള്ളാഹുവിൻ്റെ രഹസ്യം. ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ആര്? സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഈ മനുഷ്യൻ പറഞ്ഞത് മുഹമ്മദ് എന്നല്ല, അഹമ്മദ് എന്ന്. ഒറ്റവട്ടം. അഹമ്മദിയത്ത് മാ ഫതഹ അല്ലാഹു ബാബ അഹ്മദ
ഇല്ലാ ലി മുഹമ്മദ് വലാ യഅരിഫു ഹഖീഖതഹു ഇല്ലാ നബിയുൽ മുസ്തഫ. അഹമ്മദ് എന്ന വാക്കിൻ്റെ ഉള്ളു മുഹമ്മദ് നബിക്ക് എല്ലാത്തിനൊക്കെ അറിയില്ല. അതത്രയും രഹസ്യം. എന്തുകൊണ്ട്? എന്താ ഈ അഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം? എന്തതിനർത്ഥം പറയും? എന്തതിനർത്ഥം? അർത്ഥം പറയും. അഹമ്മദ് ഭാഷയിലെ സൂപ്പർലെറ്റീവായ പദാണത്. അഹമ്മദ് മൻ ഖാമ ബിഹംദി റബ്ബിഹി അക്സറ വഅഖ്ദമ ഫഹുവ അഹമ്മദ്. കർമ്മത്താൽ കൂടുതലായും കാലത്താൽ കൂടുതലായും അള്ളാഹുവിനെ പ്രശംസിച്ച ആളുടെ പേരാണെന്ത്? അഹമ്മദ്. ഓഹോ, അപ്പൊ പ്രശ്നമായി. എന്തുകൊണ്ട്? അപ്പൊ പ്രശ്നമായല്ലോ. അപ്പോൾ ഈ ആള് മൗജൂദുൻ ഖബല അസ്സമായി. എന്തുകൊണ്ട്? അസ്സമാഉ ഹമിദുൻ ബിറബ്ബിഹി തുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ. 7 ആകാശങ്ങളും അവനെ വാഴ്ത്തുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അവന് ഹംദ് ചെയ്യാത്ത ഒന്നുമില്ല. എന്തിനും സദാ നേരവും അവന് ഹംദ് ചെയ്യുന്ന പണിയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവയുടെ ഹംദ് തസ്ബീഹിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയുന്നില്ലെങ്കിലും ഈ മുറിയിൽ ഒരു ശബ്ദമില്ല, നിശബ്ദമായ മുറിയാണ്. എന്തുകൊണ്ടത് നിശബ്ദമായത്? നിശബ്ദം കാരണമുണ്ട്. ഈ മുറി ഒരു ശബ്ദമില്ലാത്ത മുറിയാണ്, വളരെ കൊയറ്റ, അല്ലേ? ആണ്, ഭയങ്കര നിശബ്ദമായ മുറിയാണ്. എന്തുകൊണ്ട്? അതിന് കാരണം നിങ്ങൾ വരുന്നതിന് മുമ്പ് നൊമാൻ AC ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ AC ശബ്ദം കൂടി ഉള്ളടങ്ങിയതാണ് നിങ്ങൾ അറിഞ്ഞ മുറി. ഇനി നിങ്ങൾക്ക് ഇവിടെ ശബ്ദം ഉണ്ടായിരുന്നു മനസ്സിലാവണമെങ്കിൽ AC ഓഫ് ആക്കണം. മനസ്സിലായില്ല? ഇവിടെ AC ഇല്ലേ? AC ശബ്ദമല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇതിനു മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഈ AC ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ അത്ര പോലത്തെ ശബ്ദം ഇവിടെ മുനീർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ബനെന്ത് പിണിച്ചോടാവുന്നത് പക്ഷെ ഉണ്ടാക്കി കൊണ്ടുവന്ന്. ഭൂമിയുടെ കറക്കത്തിനൊരു സൗണ്ട് ഉണ്ടെന്ന്, അത് പഠിക്കേണ്ട വിഷയമാണ്. എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ ഭൂമി കറങ്ങുന്നുണ്ടോ അല്ലേ എന്നറിയാത്ത ഒരാളാണ്. ഭൂമി മനസ്സിലായില്ല? ഭൂമി ഉരുണ്ടതാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയുമ്പോൾ അതറിയും, പക്ഷെ ഞാൻ പഠിച്ച പലതും പിന്നെ കളവാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി ഇപ്പോൾ മനസ്സിലായില്ല. ഭൂമി ഇപ്പോൾ ഒരു ഗോളമാണോ അതല്ല ഒരു ഫ്ലാറ്റാണോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഭൂമിയുടെ കറക്കം അത് വേറെ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭൂമിയുടെ കറക്കത്തിൻ്റെ ശബ്ദം ഞാൻ അതിൻ്റെ എന്താ പറയുക ശബ്ദം ഞാൻ നെറ്റിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മനസ്സിലായില്ല, ആ നെറ്റിൽ നിന്ന് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയൊരു ശബ്ദം. അപ്പോൾ ഈ ശബ്ദത്തിൽ ഭയങ്കര മുഴക്കം ഉണ്ട് ഇവിടെ ഭൂമിയുടെ കറക്കത്തിന്. നമ്മളാരെയും കേൾക്കുന്നുണ്ടോ? എന്താണ് പടച്ചോനെ, ഭൂമിയുടെ ഒരു ശബ്ദം നമ്മളിവിടെ കേൾക്കണില്ലല്ലോ. ഭൂമിയുടെ കറക്കമുണ്ടെങ്കിൽ ആ കറക്കലിൽ സ്വാഭാവികമായും തഹറൂക്കിന് എന്തുണ്ടാവും? ഒരു ശബ്ദം ഉണ്ടാവും. ഇപ്പൊ സ്വർഗത്തിലേക്ക് വരുന്ന അവസ്ഥയിൽ ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം, ആളുകൾ ഇങ്ങനെ വരും, അവർക്ക് ഒരു ചെറിയ തേനീച്ചക്കൂട്ടം വരുന്നത് പോലത്തെ ഒരു ശബ്ദം ഉണ്ടാവും. എന്തുകൊണ്ട്? ബി കസ്റത്തിൻ, അത്ര ആളുകൾ ഒന്നിച്ചുകൊണ്ട് വരും. അപ്പോൾ അത്രയും സൈലൻ്റായ ഒരു ഏരിയയിലാണെങ്കിൽ പോലും അവരുടെ നടത്തം എന്തുണ്ടാക്കും? ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവർ വരും. അപ്പോൾ ഓരോ അമ്പിയാക്കളും തല ഉയർത്തി നോക്കും, അതാ ഉമ്മത്തി, ഇതിൻ്റെ ഉമ്മത്താന്ന് വിചാരിച്ചു. പക്ഷെ അടുത്തെത്തുമ്പോഴാണ് എൻ്റെ സമുദായം മനസ്സിലാവുക. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പാർട്ടികൾ ഇങ്ങനെ വരും. ഒരു പണ്ഡിതൻ, ഒരു സത്യസന്ധനായ പണ്ഡിതൻ, അയാളെ കീഴിൽ ഒരു ജനത, പിന്നെ വേറെ ജനത, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒരു ശബ്ദം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ മൂവ്മെന്റ്സിന് മുഴുവനും എന്തുണ്ട്? ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ അകപ്പെട്ട നമുക്കത് തിരിച്ചറിയില്ല. ഇത് ഞാൻ അവിടെ പറയാനുള്ള കാരണം എന്താ? ഭൂമിക്കും ആകാശത്തിനും തസ്ബീഹ് ഉണ്ട്, ഖുർആനിലുണ്ട്. തുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ വൽ-അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഇതിപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും അവയുടെ നിൽപ്പ് ഒരു തസ്ബീഹായതാണോ? അല്ല. എന്തുകൊണ്ട്? അതിൻ്റെ തൊട്ടടുത്ത വാക്ക് പറയുന്നു, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവ തസ്ബീഹും ഹംദും ചെല്ലുന്നത് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും. തിരിഞ്ഞിട്ടില്ല. ഉദാഹരണം പറയാം, ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം പടച്ച തമ്പുരാന്റെ മാറ്റത്തെ അറിയിക്കുന്നു എന്നുള്ളത് ശരിയാണ്.
പക്ഷെ ഈ വസ്തുവിന് ഒരു തസ്ബീഹ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹ് എന്ന് പറയുന്നത്. ആകാശം ഭൂമിയുടെയും നിൽപ്പ് അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കൽ മാത്രമല്ല അത്. പിന്നെന്താണത്? എന്തുണ്ട്? അവർ തസ്ബീഹ് അവരിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും എന്നവിടെ പറഞ്ഞത്. അവിടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഈ റൂമിലെ AC യുടെ ശബ്ദങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അതുകൂടി അകപ്പെട്ടതിലേക്കാണ് കയറിയത്. ഇപ്പൊ നിങ്ങൾ അറിയുന്നുണ്ട് പറഞ്ഞപ്പോ. ഭൂമിക്കും ആകാശത്തിനും തസ്ബീഹ് ഉണ്ട്, ഒരു ഹംദുണ്ട്. എന്ന് മുതൽ അല്ലാഹു തആല അതിനെ പടച്ചത് മുതൽ അതിന് തസ്ബീഹ് ഉണ്ട്, ഹംദുണ്ട്. അപ്പോൾ പിന്നെ ഇവരെക്കാൾ അഖദമായ ആളായിരിക്കണം മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഈ ആളെ പറ്റി പറഞ്ഞത് അഹ്മദ് എന്നാണ്. വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അള്ളാഹും ഈ ആളും മാത്രമായൊരവസ്ഥ ഉണ്ടാവും. അവസ്ഥ എന്ന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവസ്ഥയും പിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. മനസ്സിലായില്ല? എനിക്കത് അറിയില്ല. അപ്പൊ അഹമ്മദിയത്ത് അറിയില്ല. അതിനെ ചുറ്റിപ്പിടിക്കാൻ ഒരു പണ്ഡിതന് കഴിയില്ല. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു പണ്ഡിതനോട് പോകാൻ പറ്റില്ല. ഒരാളുടെ വിജ്ഞാനം ചിന്തയും അവസാനിക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്ത ഇല്ല. എന്തുകൊണ്ട്? ചിന്തക്ക് ടൂൾസ് വേണം. അതിൻ്റെ ടൂൾസ് കിട്ടൂല. ഒരു ചിന്ത നടത്താൻ ഒരു ടൂള് കിട്ടണം. ഒരു ആയുധമില്ലാതെ ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഒരു ചിന്തക്കും അതിന് ആവശ്യമായ ടൂള് കിട്ടണം. അതിന് ആ ടൂള് കിട്ടാനില്ല. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പം മുഹമ്മദിയത്ത് നിന്റേതാണ്, അഹമ്മദിയത്ത് ഇങ്ങോട്ടാണ്, മുഹമ്മദിയത്ത് അങ്ങോട്ടാണ്. നബിക്ക് 2 പേരുണ്ട്, മുഹമ്മദും അഹമ്മദും. അഹമ്മദിന്റെ മാന അറിയില്ല, ഈ ലോകത്തിലൊക്കെ അറിയില്ല, അറിയാൻ പാടുമില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തെ ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും ഏതൊരു വസ്തുവും ഖുർആൻ പറയാൻ എല്ലാം അള്ളാഹുവിനോട് അവൻ്റെ ഹംദ് വാഴ്ത്തുന്നു. എത്ര ഒരു തവളയെപ്പറ്റി റസൂല പറഞ്ഞെടുത്ത് എന്താ? തവളയുടെ തസ്ബീഹ് നിങ്ങൾ കേൾക്കുന്നില്ലേ? ചില ജീവികളെ തസ്ബീഹ് നിങ്ങൾ കേൾക്കും, ചിലത് കേൾക്കൂല. നിങ്ങൾ തവളയെ ആവശ്യമില്ലാതെ കൊല്ലരുത്. നഹാ റസൂലുള്ളാഹി അൻ ഖത്ലിൽ ളുഫ്ദാഇ, തവളയെ കൊല്ലുന്നത് റസൂൽ വിരോധിച്ചിട്ടുണ്ട്. നഖീഖുഹാ തസ്ബീഹ്, അതിനൊരു തസ്ബീഹ് ഉണ്ട്. ചില സമയത്ത് ആ തസ്ബീഹ് വെളിവാവും, ചില വെളിവാവില്ല. ഇപ്പം നമ്മളെ വീട്ടുവളപ്പിൽ തവളകളുണ്ടാവും. മഴ പെയ്താൽ വെളിവാവും, മഴ പെയ്തില്ലെങ്കിൽ ഇവക്ക് എന്തുണ്ട്? മഴ പെയ്യുന്ന കാലത്ത് കൊല്ലരുതെന്നല്ലേ നബി പറഞ്ഞത്? തവളയെ തന്നെ കൊല്ലരുത്. എന്തുകൊണ്ട്? അതിൻ്റെ എല്ലാം മഴയിലാണ്. അതിൻ്റെ ഇണയെ തവളയുടെ ഇണയെ സമീപിക്കുക മഴക്കാലത്താണ്. തവള പെണ്ണുങ്ങൾ ഗർഭം ധരിക്കൽ മഴക്കാലത്താണ്, പ്രസവിക്കൽ മഴക്കാലത്താണ്. അതിൻ്റെ വർഗം നിലനിൽക്കുന്നത്. അപ്പം മഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാമാണ്. അതിൻ്റെ ഭക്ഷണം മഴയാണ്, അതിൻ്റെ കാമം മഴയാണ്, അതിൻ്റെ എല്ലാം മഴയാണ്. അതുകൊണ്ട് മഴ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യും? പുറത്തേക്കാക്കും. അതിന് മുമ്പ് അതിന് എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്. തസ്ബീഹിനെ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അതിന് തസ്ബീഹ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അള്ളാഹിനെ വഴുത്തുന്നുണ്ട്. എല്ലാം അള്ളാഹിനെ വഴുത്തുന്നുണ്ട്. ഒരു പുൽക്കൊടി ആവശ്യമില്ലാതെ വെട്ടരുത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിനൊരു തസ്ബീഹ് ഉണ്ട്. അത് അള്ളാഹ് ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതല്ല, അതിനൊരു ആവശ്യമുണ്ട്. നിനക്കത് ശല്യമായ വെട്ടിക്കോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? യുദ്ധക്കളത്തിൽ അനിവാര്യമായ യുദ്ധം, അനിവാര്യമല്ലാത്തൊരു യുദ്ധം പുണ്യ റസൂൽ ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ചെയ്യൂല. യുദ്ധം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം കുറച്ച ആൾ മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ യുദ്ധം AD 624 മാർച്ച് മാസത്തിലാണ്. പിന്നെ 8 കൊല്ലം വഫാത്തായി. 632 ജൂൺ 8 മുസ്തഫ നബി വഫാത്തായി. ആദ്യത്തെ യുദ്ധം 624, വഫാത്ത് 632. എൻ്റെ കൂടെ വരണം. ആദ്യത്തെ യുദ്ധം 624 മാർച്ചിൽ, വഫാത്താവുന്നത് 632 ജൂണിൽ. അപ്പോൾ റസൂലുള്ളാഹിന്റെ അവസാനത്തെ മനസ്സിലുണ്ട് പറയാം. അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് നബി ജീവിക്കുന്ന കാലം എത്രയേ ഉള്ളൂ? 8 കൊല്ലം. ദഅവത്തിന്റെ അള്ളാഹുവിന്റെ നുബുവത്ത് ഏറ്റെടുത്ത കാലം 23 കൊല്ലം. അപ്പോൾ യുദ്ധമില്ലാത്ത കാലം, സഹനത്തിന്റെ കാലം 15 കൊല്ലം, പ്രതിരോധത്തിന്റെ കാലം 8 കൊല്ലം. ഇതാ റസൂലുള്ളാഹി. സ്വന്തം പക്ഷത്തും ശത്രുപക്ഷത്തുമായി മരിച്ചത് 400-ൽ താഴെ ആളാണ്.
അല്ല എന്നൊരാൾ കാണിച്ചാൽ എൻ്റെ പേര് ഞാൻ മാറ്റിത്തരും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രം കൊന്നത് 3,70,00,000 ആളുകളെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊന്നത് 11 കോടി ആളുകളെ. മുസ്തഫ റസൂലുള്ളാഹിന്റെ യുദ്ധത്തിലാകെ 2 പക്ഷത്തും കൂടി മരിച്ചത് 400 താഴെ ആളുകളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ തെളിയിച്ചാൽ ഞാൻ അവൻ്റെ അടിമയാവും. ആർക്കും തെളിയിക്കാം. ജീവിതത്തിൽ യുദ്ധമില്ലാതെ അലി ബിൻ അബി ത്വാലിബിനോട് അനിവാര്യമായ ഘട്ടത്തിൽ പോയി പറയുന്ന യുദ്ധത്തിന് പറഞ്ഞേക്കുമ്പോൾ പറയുന്നത് എന്താ? ഇതാ നസൽത ഫീ സഅതിഹിം, അവരുടെ മൈതാനിയിൽ ഇറങ്ങിയാലും ഫലാ തർഫഅ സൈഫക്, നീ വാൾ ഉയർത്തരുത്. അവരോട് നേര് പറയണം. ഫൈനബോ, നേരും സത്യം വിളിച്ചു പറയണം. അവരെതിർത്താൽ പിന്നെ പറയണം. അവരെതിർത്താൽ പിന്നെ പറയണം. ഒരാളെങ്കിലും നിന്നെ കൊണ്ട് വെളിച്ചം കിട്ടലാണ് നമ്മുടെ ലക്ഷ്യം. കൊല്ലലല്ല, നമ്മളെ കൊല്ലാൻ പറഞ്ഞല്ല. മനസ്സിലായില്ല? ശത്രു കൊല വിളിച്ചിട്ട് 10,000-ങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ശത്രുവിൻ്റെ മുന്നിൽ പോകാൻ പോലും ഈ വാൾ ഉയർത്തരുത്. എന്തുകൊണ്ട്? അവനെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. ഒരു മരം മുറിക്കരുത്. മനസ്സിലാവേണ്ട പോലെ മരം മുറിക്കരുത്. മനസ്സിലായില്ല? തീയിടരുത്. ശത്രു രാജ്യത്ത് പോയാൽ തീയിടാൻ പാടില്ല. വെള്ളം നശിപ്പിക്കരുത്. തീയിടരുത്. മരം മുറിക്കരുത്. പുല്ലിൻ്റെ കൂട് വെട്ടിയപ്പോൾ ഉറുമ്പും കൂടി ചത്തു. റസൂൽ ദേഷ്യപ്പെട്ടു. ഉറുമ്പിൻ്റെ കൂട്ടത്തിനെ നിങ്ങൾ കരിച്ചു. തമ്പ് കെട്ടാൻ വേണ്ടി കാട് വെട്ടിയിട്ട് എന്ത് ചെയ്തു? പിന്നെ അത് തീയിട്ടപ്പോൾ എന്ത് ചത്തു? ഉറുമ്പിൻ്റെ കൂട്ടൻ ചത്തു. റസൂൽ ദേഷ്യപ്പെട്ടു. എന്തിനാണ് ചെയ്തത്? അപ്പം അതുകൊണ്ടും ഇവിടെ ഒരു അനിവാര്യരുണ്ട്. അവയൊക്കെ റബ്ബിനെ വാഴ്ത്തുന്നവരാണ്. റബ്ബിനെ വാഴ്ത്താത്തൊരു സാധനം ഈ ലോകത്ത് ഇല്ല. ചിലത് നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ അവരൊക്കെ ഹാമിദുകളാണ്. ആരല്ല? അഹമ്മദല്ല. മനസ്സിലായില്ല? ആകാശം ഹാമിദാന്ന് ഖുർആനിലുണ്ട്. ആരല്ല? അഹമ്മദല്ല. ഭൂമി ഹാമിദാന്ന് ഖുർആനിലുണ്ട്. മുഹമ്മദ് അഹമ്മദാണെന്ന്, മുഹമ്മദ് എന്നാൾ അഹമ്മദാന്ന് ഖുർആനിലുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ആൾ അക്തമായ ആളായിരിക്കും. അതെന്താന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ ആരിഫ്, യഥാർത്ഥ ആരിഫായാൽ പോലും എന്ത് രഹസ്യം അറിയില്ല. എന്താ അറിയില്ല? അഹമ്മദിന്റെ രഹസ്യം അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയില്ല. ഏത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആണെങ്കിൽ പോലും എന്തറിയില്ല? ലാ യഅരിഫു സിർ അഹമ്മദ്, അഹമ്മദ് എന്നതിൻ്റെ രഹസ്യം അറിയില്ല. അത് സിറും ബൈനഹു ബൈന റബ്ബി. അഹമ്മദ് ആകെ ഒറ്റവട്ടേ ഉള്ളത് ഖുർആനിൽ ഒരൊറ്റ വട്ടാണ്. മനസ്സിലായില്ലേ? മൂസ എന്ന വാക്ക് ഖുർആനിൽ 136 വട്ടാണ്. ആദം എന്ന വാക്ക് ഖുർആനിൽ 25 വട്ടാണ്. ഇബ്രാഹിം എന്ന വാക്ക് ഖുർആനിൽ 69 വട്ടാണ്. എന്നാൽ മുഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ 4 വട്ടം, അഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ 1 വട്ടം. നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, പരമകാര്യം എനിക്ക് അതൊന്നും അല്ല എൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് അത്രേ കഴിയൂ, അതുകൊണ്ട് അങ്ങനെ പറയാം. ഇതാണ് എൻ്റെ പരമാവധി എന്ന് പറയാൻ വേണ്ട. മനസ്സിലായോ? അപ്പം നമ്മൾ ആരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയലല്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ അറിയലല്ല. പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചോനെ പുതിയാപ്പിളാന്ന് വിളിക്കുക, അതാണത്. അതാണ് ആരിഫ്. കിട്ടിയോ? അപ്പം അയൽവക്കത്ത് ആണ് നമ്മളെ പെര. നമ്മൾ മോളെ കിട്ടാൻ പോണേ, പെങ്ങളെ കിട്ടാൻ പോകുന്ന ആളെ പെര തൊട്ടടുത്ത് 4 പേരെ 10 പേരെ അപ്പുറത്തുമാണ് വെക്കുക. ഒരേ പീടികയിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടുതൽ, അങ്ങനെയൊക്കെയാണ് വെക്കുക. പഴയ കാലത്തൊന്നും അങ്ങനെയാണല്ലോ. ഒരേ പാടത്താണ് എല്ലാവരും വന്നു കൂട്ടുക. ഒരേ കൃഷിയാണ് എല്ലാവരും ഇറക്കുക. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മകളെ കെട്ടിക്കാൻ നിശ്ചയിക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ല, 2 ആൾ കണ്ടു, ആയിക്കോട്ടെ നടക്കാനിരിക്കാനായി. അന്ന് മുതൽ എന്താ പറയുക? നമ്മൾ പുതിയാപ്പിളാണ്, നമ്മൾ ഭാര്യമാരല്ലേ, നമ്മൾ പുതിയാപ്പിളാണ്. കെട്ടിയോ? നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം മഴ ഒഴിച്ചിട്ട് വേണമെങ്കിൽ എന്ത് വേണം? തുലാമാസം 10 കഴിഞ്ഞിട്ട് മതി നിശ്ചയം എന്ന് തീരുമാനിച്ചു. കെട്ടല നടന്നിട്ടില്ല. എന്നാൽ ഇപ്പം എന്ത് വിളിക്കും? പാറയുടെ കുട്ടി പുതിയാപ്പിളെന്ന് വിളിക്കും. ഇതാണ് ആരിഫ്. കെട്ടിയിട്ടില്ല, കെട്ടൂല്ല. ഇവിടുന്ന് അങ്ങട്ടാൽ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയണം. അപ്പോൾ ആരിഫായി. എൻ്റെ വാപ്പ പറയും, ഉണ്ണിക്കമ്മ സാഹിബിൻ്റെ മകളെ കെട്ടാൻ തീരുമാനിച്ചതിനെ പോലെയാണ്. ഉണ്ണിക്കമ്മ സാഹിബ് എന്ന് പറഞ്ഞ ആളുടെ
പണ്ട് ഖാൻ ബഹദൂറായിരുന്നു, മണ്ണാർക്കാട്. അപ്പോൾ അങ്ങാടിയിൽ തെണ്ടി നടക്കുന്ന ഒരുത്തന് പിന്നെ പറഞ്ഞ് സാഹിബിൻ്റെ മകളും ഞാൻ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പിന്നെ കല്യാണമൊക്കെ നടക്കാതിരിക്കാന്ന് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എവിടെ എത്തിയേച്ചു പൗതി സമ്മതമാണ്. അപ്പം കേട്ടോരെന്ത് വിചാരിച്ച് ഏകദേശമൊക്കെ നിന്ന് കൂടി ആലോചിച്ചാൽ മതിയാവും. പൗതി സമ്മതം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാളാണുള്ളത്, ഓളും പണിയില്ലാത്തവനും. ഓൻ്റെ സമ്മതം കിട്ടി, ഇനി ഓളെ സമ്മതം കിട്ടിയാൽ മതി. അതാണ് ആരിഫ് പറഞ്ഞ പുതിയാപ്പിള. നിങ്ങളെന്താ വിചാരിച്ച ആരിഫ് പറഞ്ഞാൽ അറിയുന്നു? ആരിഫിന് തന്നെ അറിയില്ല. അള്ളാഹുവിനെ അറിയണമെന്ന ഉദ്ദേശം ഉണ്ടായാൽ ആരായി? ആരിഫായി. അതോടുകൂടെ അയാൾക്ക് ഡ്യൂട്ടിയായി. പിന്നെ അയാൾക്ക് തല വലിക്കാൻ കഴിയില്ല. തല വലിച്ച ആരിഫാവൂല. സൈന്യത്തിലായിട്ട് പിന്നെ കുതിര കളിച്ച് നടന്നാൽ ഓൻ സൈന്യം ആവൂല, അവനെ പിടിച്ച് ജയിലിലിടും. ഓനൊരു പണിയും ഇല്ലേനും. സൈന്യ പട്ടാളക്കുമ്പോൾ പോയ പണി കിടന്നുറങ്ങാം. രാവിലെ കുറെ തോക്കും പിടിച്ച് വെറുതെ പാടിയ തോക്കും പിടിച്ചു കൂടാ. വെടിവെക്കാൻ പറ്റില്ല. ഒരു ഉണ്ട കളഞ്ഞാൽ രാജ്യത്തിന് നഷ്ടമാണ്. ഇക്കാലം വരെ ഉണ്ട കളഞ്ഞിട്ടില്ല. ഉണ്ട കളഞ്ഞാൽ പോലെ വരെ കേസ് എടുക്കും. രാജ്യത്തിന് ഉണ്ട നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ഈ തോക്കം കൊണ്ട് ഇക്കാലം വരെ ശത്രു വന്നിട്ടില്ല നാട്ടിലേക്ക്. അതുകൊണ്ട് ഇവൻ എന്തുമില്ല, പണിയില്ല. ഒരു പണിയില്ലാത്ത പണി ഇങ്ങനെ നടത്തും. രാവിലെ ഒരു 10 റൗണ്ട് രാവിലെ പട്ടാളക്യാമ്പിൻ്റെ മൈതാനിൽ കൂടെ പായും, വൈകുന്നേരം പായും. MSP ക്യാമ്പിൻ്റെ അടുത്ത് നിന്നും എൻ്റെ അമ്മാൻ്റെ വീട്. അതെനിക്ക് സ്ഥിരമായി അറിയും. മനസ്സിലായി പറഞ്ഞത്? അതൊക്കെ പാടുണ്ട്. ഒന്നിൽ പണിയില്ല, പക്ഷെ സജ്ജനാണ്. അതുകൊണ്ട് പണി തനിക്ക് വീണ് കിട്ടുന്നതിൽ നിന്ന് റബ്ബിനെ അറിയാൻ അവൻ സജ്ജനാണ്. അറിഞ്ഞിട്ടില്ല. അതല്ല പന്ത് കളിയിൽ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളി എന്ന് പറഞ്ഞ ആളെ പണി എന്താ? 2 ഗോളിമാർക്കായിരിക്കും ടീമിൽ ഏറ്റവും പൈസ. സത്യത്തിൽ കയറി കളിക്കുന്നവർക്ക് ഭയങ്കര പണിയാണ്. വിയർക്കും. ഇവനിഞ്ഞ് ജിമ്മിൽ പോയിട്ട് പണിയെടുക്കണം, തടി നിളകി കിട്ടും. പറയടോ, ചിന്തിക്കണ. ആര് പറഞ്ഞ ഗോളി എപ്പോൾ പന്തൊന്നാൽ പിടിക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? ഓനൊരു പണിയിൽ വെറുതെക്കാണ്. ഇനി ഇവൻ പന്ത് കളി കഴിഞ്ഞിട്ട് 7 മണിക്കൂർ ജിമ്മിൽ പോവും തടിയൊന്ന് ഇളക്കാൻ. ഈ കയറി കളിക്കുന്നവർക്കും പറയാ ഫോർവേഡ് കളിച്ചവർക്കും അവിടെ കളിച്ചവർക്കും ഇവിടെ കളിച്ചവർക്കും നടു കളിച്ചവർക്കും ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് തടി ഇളക്കുന്നുണ്ട്, വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോ സെക്കൻഡിലും ഓരോരുത്തരും കൊണ്ടുപോയിട്ട് മറ്റേ ഗ്ലൂക്കോസ് ഡീൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. ഇവരതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനൊക്കെ തന്നെ ഏറ്റവും പൈസ അവനാണ്. എന്തുകൊണ്ട്? ഓൻ്റെ കയ്യിലല്ലേ കാര്യം. ഓൻ വെറുതെ എന്ത് ചെയ്യൂല, നെറ്റ് കൂടി ചാടുമോ? നെറ്റ് കൂടി ചാടി അവനെ പിരാന്തല്ലേ. 2 ഹാഫ് ടൈമിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നു. ഒരു പണി അവൻ എടുത്തില്ല, ശമ്പളം വാങ്ങിപ്പോയി. എന്താ പണി? സജ്ജനാവുക. പണിയില്ല. ഓൻ വെറുതെ നിന്ന നൃത്തത്തിൽ ചാടിയാൽ അന്ന് അവിടെ ഓനെ ഒഴിവാക്കും. എന്താ പറയാ, ഒരു പിരാന്ത. പറയൂ, ഇതാണ് ആരിഫിൻ്റെ പണി. നമുക്ക് രാവും പകൻ പായണ പണിയാണ്. എന്തുകൊണ്ട്? നമുക്ക് അന്തല്ല, വിവരവുമില്ല. അതാണ് കാരണം. അള്ളാഹിൻ്റെ സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഖുർആൻ നോക്കുമ്പോൾ മേന പറഞ്ഞുതരും. അത് അവർക്കറിയുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്കും അള്ളാഹ് റസൂലിൻ്റെ മേന. ഇപ്പം ഇതിന് ഈ കലാമിന് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദിന്. അപ്പം നമ്മളത് ഉപയോഗിക്കേണ്ടെന്നല്ല, നമ്മളതാണ് അവസാനം എന്ന് പറയരുത്. നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ പരമാവധിയാണ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മളെ കലാമല്ല, ഇത് മുഹമ്മദ് മുസ്തഫാൻ്റെ കലാമല്ല. മുഹമ്മദ് മുസ്തഫാൻ്റെ കലാമാണെങ്കിൽ പോലും അത്ഭുതമാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ സിറുൻ ലാ യുഫ്താ, തുറക്കപ്പെടാത്ത രഹസ്യമാണ്. ഇത് റസൂലുള്ളാഹിന്റെ കലാമാണെങ്കിൽ പോലും അത്ഭുതമാണ്. ഇത് റസൂലുള്ളാഹിന്റെ കലാമും അല്ല, ആരുടെ കലാമാണ്? ഇത് റബ്ബിന്റെ കലാമാണ്. അതിനെ നിനക്കെടുക്കണ ഇതെടുത്തോ. ഇതാ നിനക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയാൻ. അപ്പം നീ കാഫറാവോ? ഞാൻ കാഫറാവില്ല. ജനങ്ങളുടെ കാഫറാവില്ല, അള്ളാൻ്റെ അടുത്ത് കാഫറാവും. എൻ്റെ ഉള്ളും നീ ശരിയായി കഴിയും. തിരിഞ്ഞില്ല. ഖുർആനൊക്കെ എനിക്കറിയുമെന്ന് നീ വാദിച്ചാൽ അള്ളാൻ്റെ അടുത്ത് നീ ആരായി? നീ നിസ്സാരവൽക്കരിച്ച് ഇവിടെ എന്തിന്? അള്ളാൻ്റെ കലാമിനെയാണ്. അതേസമയത്ത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? ഉസ്തുർ ബിൽ ജഹലി, നീ ജഹല് കൊണ്ട് മറിഞ്ഞോ എന്നാ. ജഹല് കൊണ്ട് മറിഞ്ഞാളാ, മറിഞ്ഞു, പിന്നെ പ്രശ്നമില്ലല്ലോ. ഉസ്തുർ ബിൽ ജഹലി, ജഹല് കൊണ്ട് മറിഞ്ഞാളാ, മറിഞ്ഞെന്നു.
അറിവില്ല, ഇനി പ്രശ്നമില്ല. അറിയുന്ന പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, അറിയില്ല പറഞ്ഞാലോ വലിയ പ്രശ്നമില്ല. ആർക്കെങ്കിലും അറിയേണ്ടത് അറിയേണ്ടിയിരിക്കും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇപ്പോൾ ഈസാ നബി വന്നാൽ ഇവിടെ വിവരം അറിയുമല്ലോ, ഇതിൽ വിവരം അറിയും. ആ വിവരം പറയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വല്ല മോശമുണ്ടോ? അത് നമ്മൾ പറ അറിയേണ്ടതല്ല, നമ്മൾ അറിയും. അത്രേ ഉള്ളൂ. നമ്മൾ അറിയേണ്ടതറിയും, നമുക്കറിയേണ്ടതറിയും. അവിടെ നമ്മൾ വിനയം കാണിച്ചാൽ മതി. നമുക്കറിയേണ്ടതറിയും, അവർക്കറിയുന്നത് ഉണ്ടാവും. ഇനി അള്ളാന്റെ ഹബീബ് ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് മായന പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തായിരിക്കും. ഇനി ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മായനയും റബ്ബിന്റെ കലാമും തമ്മിൽ ചിലപ്പോൾ അകലമുണ്ടായേക്കാം. എന്തുകൊണ്ട്? ഹബീബ നബി മഖ്ലൂക്കാണ്, ഇത് ഖാലിഖാന്റെ കലാമാണ്. പറഞ്ഞു അത് റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്താനല്ല, അള്ളാന്റെ കലാമിന്റെ മാത്രം അത്രയും വലുതാണ്. അള്ളാഹ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദവും എന്ന കലിമത്തും ആ ആയത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിഫത്തും തമ്മിൽ ചിലപ്പോൾ വിടവ് ഉണ്ടായേക്കാം. എന്തുകൊണ്ട്? നബി എന്താണെങ്കിലും പിടിക്കത്തൂല. എന്തുകൊണ്ട് എത്തൂല? നബി മഖ്ലൂഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താണ്? ഇത് ആരെ വാക്കാണ്? പറയപ്പെടുത്ത റബ്ബിന്റെ ഖാലിഖിന്റെ കലാമല്ലേ. മനസ്സിലാവുണ്ടോ? ഇതിന് അവസാനം ഉണ്ടാവില്ല, അവസാനമില്ലാത്തവന്റെ വാക്കാത്. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ ഇതിൻ്റെയൊക്കെ മായന, എന്തർത്ഥം ഒന്നും അറിയില്ല. അള്ളാന്റെ രഹസ്യം ഒന്നും ആർക്കും അറിയില്ല. കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു ലൈസ മിത്ലഹു. നീ എങ്ങനെ രൂപപ്പെടുത്തിയാലും അതൊന്നും അല്ലാഹു അല്ല, അങ്ങനെയാണെങ്കിലും അത് അല്ലാഹു അല്ല. അപ്പൊ പിന്നെ നമ്മൾക്ക് നേട്ടം എന്താണെന്നറിയോ? തോണിന്റെ പുറത്തേക്ക് ഇടുക. തോണി മറിഞ്ഞാൽ പിന്നെ പുറാണല്ലേ. നമുക്ക് നേരെ തിരിച്ചു വരിക. എവിടേക്ക് പോവുക? ജയിലിലേക്ക് പോവുക. ജയിലാണ് നമുക്ക് നന്മ, അറിയില്ല. അങ്ങനെയാണല്ലോ. ഒരാൾ നിങ്ങളോട് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, കൽപ്പറ്റയ്ക്ക് പോയി എന്താ ആവശ്യം? ആ പേടി ചോദിച്ചാൽ മനസ്സിലായില്ല. അപ്പം നീ പേടി, അപ്പുറത്തെ പേടിയുണ്ട് ഒരു ചോദിച്ചു, ഓന് പഴച്ചു. പിന്നെ ആ യാത്ര കഴിഞ്ഞ് ഖിയാമത്ത് വരെ എന്ത് പറയും? മറ്റേ ആ പീടിയക്കാരൻ നമ്മളെ ചർച്ച ഓർമ്മയില്ലേ? നിനക്കോ കുഴപ്പമില്ല, എന്നാലും ഓനെ പോയാൽ മതി. ഓൻ വിട്ടു കഴിഞ്ഞ് പറഞ്ഞു, എന്ത് എനിക്കറിയില്ല. മനുഷ്യന് അറിവില്ല എന്ന് പറയില്ല നല്ലത്. എന്തുകൊണ്ട്? അറിവില്ല. അറിവുമല്ല. അറിവിനെ ഞാനൊരു ധാരണ പറഞ്ഞത്, നമുക്കിന്നും സൃഷ്ടിയുടെ അറിവിൻ്റെ ഒരു ധാരണ പറഞ്ഞത്. ഒരു 10 വീട് അപ്പുറത്ത് നിന്ന് ഉള്ള ഒരു മുറ്റത്തെ തെങ്ങിൽ നിന്ന് 10 വീട് പുറത്തുള്ള ഒരു തെങ്ങിലേക്ക് ഒരു കയറ് കെട്ടി, ഒരു ആലാത്ത കയറ് വലിച്ചിട്ട്. ഞാൻ മനുഷ്യൻ്റെ അറിവിനൊരു ധാരണ പറയാം. പണ്ടെന്നോ ഒരു ധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ. ഞങ്ങൾക്കൊരു ധാരണ പറഞ്ഞു, മനസ്സിലായില്ല. ഒരു 10 വീട് അപ്പുറത്തുള്ള മുറ്റത്തെ ഒരു വീട്ടിൻ്റെ തെങ്ങിൽ നിന്ന് 10 വീട് അപ്പുറത്തുള്ള ഒരു തെങ്ങിൽ ഒരാളുടെ മുറ്റത്തെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? ഒരു കയറ് കെട്ടി. അപ്പോൾ കയറ് കെട്ടിയ സമയത്ത് എന്തുണ്ടായി? കയറ് കെട്ടിയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 4 കാക്കകൾ നമ്മൾ ഓരോരുത്തരും അവരവരെ മുന്നിലുള്ള പീസാണ് കാണുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഓരോരുത്തരും കാണുന്നത് അവരവരുടെ വളപ്പിലൂടെ കടന്നു പോകുന്ന കയറിൻ്റെ പീസാണ്. അങ്ങനെയല്ലേ കാണുള്ളൂ? പറയും മനുഷ്യന്മാരെ, 10 വീട് അപ്പുറത്തെ കയറിൻ്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ടോ? അതിൻ്റെ അവസാനം കാണുന്നുണ്ടോ? ഈ കയറിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഈ കയർ കെട്ടി വന്ന തുടക്കം കാണുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരും കാണുന്നത് എന്താ? അവരവരെ ഫ്രണ്ട് ഡോറ് തുറന്നാൽ കാണുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസാണല്ലേ കാണുള്ളൂ. നമ്മൾ തുറന്ന് വന്ന് നോക്കുമ്പോൾ 4 കാക്കകൾ ഈ കയർമ ഇരിക്കുന്നുണ്ട്. അത് കാരണം ഈ കയറിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആടിക്കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിവരം എന്താ? നീ നമ്മുടെ വിവരം പറയും. 3-4 കാക്കകൾ ഇരുന്നിട്ട് ആടാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതാണ് നമ്മുടെ വിവരം. ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. 21-ാം നൂറ്റാണ്ടിൽ ഉള്ള റിപ്പോർട്ടാണ്. എന്ത്? 3-ാം തീയതി നമ്മുടെ വീട്ടിന് മുന്നിൽ ഉള്ള കയറുമേൽ കാക്കകൾ വന്നിരിക്കുകയും കയറാട്ടുകയും ചെയ്തു. ഇതാണ് റിപ്പോർട്ട്. സത്യത്തിൽ 10 വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടുകാരെ കുട്ടികൾ കയർമ പിടിച്ച
ഉറങ്ങിച്ച് തൂങ്ങുക. സാധുക്കളി കാക്കകളും നിരപരാധികളാണ്. കാക്കകൾ വിചാരിക്കുന്നത് മര്യാദക്കൊന്ന് ഇരിക്കാൻ വന്ന് നോക്കുമ്പോൾ അതിനൊന്നും വയ്ക്കണില്ലല്ലോ. ഇതാണ് മനുഷ്യൻ്റെ വിവരം. നമ്മൾ യഥാർത്ഥം എന്താണ് മനസ്സിലാക്കണില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഇതെല്ലാം അറിയുന്ന ഒരു മൂന്നാമത്തെ ആൾ പറയണം കാക്കളെ കുറ്റം പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ കാലത്തിനപ്പുറത്ത്, ഈ 3 ഡയമെൻഷൻ്റെ അപ്പുറത്താണ്. തിരിഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പുറത്താവണം. 1903 റൈറ്റ് ബ്രദേഴ്സിൻ്റെ വിമാനം വരുന്നത്. അന്ന് വരെ ഒരാൾ കടപ്പുറത്ത് വന്ന് നിന്നാൽ പോവുകയാണ്, മക്കത്ത് പോവുക. അപ്പോൾ കടപ്പുറത്ത് വന്നു, കടലിൽ കപ്പലുണ്ട്. അപ്പോൾ അയാൾ എന്താ പറയുക? നടന്നു പോയത് മക്കത്തേക്ക് നടന്നു പോകുക, നടക്കുന്ന കാര്യമല്ല. പിന്നെ കടലാണെങ്കിലോ കടൽക്ഷോഭ, ജൂൺ ജൂലൈ, തിരമാല ഭയങ്കര. അപ്പോൾ അയാൾ എന്താ പറയുക? ഇനി പഠിത്തൊന്നും നടക്കൂല. അങ്ങനെ ഒന്ന് പറ മനുഷ്യ. അപ്പോൾ 2 വഴിയേ ഉള്ളൂ. ഒന്ന് നടക്കുക, ഒന്ന് നീന്തുക. നിങ്ങളോട് തന്നെയാണോ ഇപ്പോൾ പറയുന്നത്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? 2 ഒന്ന് 1903 വരെ 2 അവസ്ഥയുള്ളൂ. ഒന്നിരിക്കൽ നടക്കുക, അല്ലെങ്കിൽ നീന്തിക്കുക. അത്രേ ഉള്ളൂ. 1903 വന്നപ്പോൾ അതുവരെ ആദനബിയുടെ കാലം മുതലേ കടൽക്ഷോഭമുള്ള സമയത്ത് കടപ്പുറത്ത് വന്നാൽ എന്താ പറയുക? നടക്കലായാലും നടക്കില്ല. കടൽക്ഷോഭമുള്ളതോട് കടലിറങ്ങാനും കപ്പലിറക്കാനും പറ്റൂല. അതുകൊണ്ട് ഇനി ജൂൺ ജൂലൈ ആഗസ്റ്റൊക്കെ കഴിയട്ടെ, നമുക്ക് ഒതുങ്ങാം അല്ലേ? അപ്പോൾ 2 വഴിയുള്ളൂ. 1903 കൂടി എന്ത് വന്നു? വിമാനം വന്നു. അപ്പം 3ാമത്തെ വഴി ഉണ്ടായി. ഓഹോ, അപ്പോൾ ഒരു പുതിയ സാധ്യത വന്നു. അതിന് മുമ്പ് സാധ്യത ഇല്ല.